അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് നല്ല അടിപൊളി ബീഫ് സുക്കയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ബീഫ് സുക്ക അല്ലെങ്കിൽ ബീഫ് ചുക്ക എന്ന് പറയും. ബീഫ് വെച്ചിട്ടല്ലാണ്ട് ചിക്കൻ മട്ടണൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ ഈ സുക്ക എന്ന് പറയുന്നത് തന്നെ കാസർഗോഡ് മാംഗ്ലൂർ സ്റ്റൈലാണ്. നമ്മൾ ഇങ്ങോട്ടൊന്നും പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാറില്ല. ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ അതിനെ കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ബീഫ് സൂക്ക എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ടോ ഇതിലേക്ക് ഈ ഒരു ഡിഷിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ഈ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ഈ സുക്ക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബീഫ് അല്ലാണ്ട് മട്ടണോ ചിക്കനോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ചിക്കൻ ചുക്ക ഞാനൊരു തവണ കഴിച്ചിട്ടുണ്ട്. കാസർഗോഡ് സ്റ്റൈൽ തന്നെയാണ്, കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. കാസർഗോഡ് എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവിടെയാണ്. അപ്പം അവരുടെ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം സുക്ക ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് നേർമയായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ തക്കാളി വേണമെന്ന്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഡിഷാണല്ലോ, അതുകൊണ്ട് തക്കാളി വേണമെന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് എടുത്തതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4-5 കാന്താരിയും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. വറുത്ത് പൊടിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 10-15ഓളം വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നമുക്ക് വേണമെങ്കിൽ സാദാ എടുക്കാം, അല്ലെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി എടുക്കാം. ഞാനിപ്പം സാദായാണ് എടുത്തിട്ടുള്ളത്. രണ്ടും പകുതി പകുതിയായിട്ട് അങ്ങനെയോ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നതാണ് തേങ്ങ. ഒന്നുകിൽ തേങ്ങാക്കൊത്തെടുക്കാം, അല്ലെങ്കിൽ തേങ്ങ ചിരവിയിട്ടെടുക്കാം. ഞാനിപ്പം രണ്ടും എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങയും കുറച്ചെടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിതിലേക്ക് വറുത്ത് പൊടിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മുളകും മല്ലിയും ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പം പാൻ ചൂടായപ്പം ആദ്യം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് മല്ലിയും ഇട്ട് കൊടുക്കാം. ഇനി മുളകും മല്ലിയും ഇങ്ങനെ അല്ലാതെ നമുക്ക് പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പം മുളകും മല്ലിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി വേവിച്ചിട്ടുള്ള ബീഫാണ്. ആ പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അങ്ങനെ വേവിച്ചെടുത്ത ബീഫാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ടാവും. പിന്നെ ഇത് ഹാഫ് ബോയിൽഡ് ആണ്, കുറച്ചും കൂടെ വേവാനുണ്ട്. ഇപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലാ പൊടികളും ഒക്കെ ചേർത്തിട്ട് വേവിച്ചു എന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ബീഫിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചിട്ട് പിന്നെ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങ് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് കൂടെ വെള്ളം ഇട്ടിട്ട് ആ ബീഫ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 1 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് കുക്കറിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ട്. 2-3 വിസിൽ വെച്ചപ്പം കുറച്ച് വെള്ളമുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് തീ ഓണാക്കിയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സുക്ക ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചെറിയ സൈസിലുള്ള 2 സവാളയാണ് എടുത്തത്, അതല്ലെങ്കിൽ വലിയൊരു സവാള എടുത്താലും മതി. ബീഫിൻ്റെ കണക്കായിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുക്കാൻ. ഇനിയിപ്പം സവാള നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് സോഫ്റ്റായി വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, കാരണം നമ്മൾ ബീഫിൽ ചേർത്തതാണ്. അപ്പം സവാളക്ക് കണക്കായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പം സവാളയുടെ കളർ ചെറുതായി മാറി വന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായി നുറുക്കിയെടുത്തതാണ്. അതല്ലെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പം സവാള ഒന്ന് അവിടെ നിന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മറ്റേ അടുപ്പിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്നങ്ങ് വറുത്തെടുക്കാം.
അപ്പം ഞാനിപ്പം തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ കൊത്തും എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താലും മതി. ഞാനിപ്പം ഈ ബീഫിൻ്റെ കൂടെ ആ മസാലയിൽ തേങ്ങ കൊത്ത് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ കൊത്തും കൂടെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ഉള്ളിയൊക്കെ എന്തായി എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചത് ഒന്ന് നന്നായി വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയുക, ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാനിപ്പം ഉണ്ടൻ മുളകാണ് എടുത്തത്. അതൊരു 3 ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 കാന്താരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് എരിവ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാന്താരി ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവ് അത്രയും വേണ്ടാന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെയും ഒക്കെ അളവങ്ങ് കുറച്ചാൽ മതി. കാന്താരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പം ഞാനിപ്പം പച്ചമുളകും കാന്താരിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ടൊന്നങ്ങ് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്. കാരണം ഇതിലേക്ക് തക്കാളി അത്ര ചേർക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും എൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ് തക്കാളി. ഒന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് ജ്യൂസിയായി കിട്ടാനായിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ബീഫിൽ വേവിക്കുമ്പോൾ ചേർത്തതാണ്. അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ വറുത്തിട്ട് ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാനിപ്പം മുളകും മല്ലിയും വറുത്ത് പൊടിച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ബീഫിൽ ചേർത്തിട്ടില്ലെങ്കിൽ ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ആ പൊടിയിട്ടിട്ട് നന്നായിട്ട് ഞാനൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പൊടികളൊക്കെ എല്ലാത്തിലൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് എല്ലാം ഒന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരണം, ഒന്നങ്ങ് ഡ്രൈ ആയി വരണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും കണ്ടോ, നമ്മുടെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കളറങ്ങ് കരിഞ്ഞ പോലെ ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. ഇപ്പം ഈ ഒരു ഗ്രേവി കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ബീഫിലും പ്രത്യേകിച്ച് വെള്ളമൊന്നുമില്ല, നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് മൊത്തത്തിലൊന്നങ്ങ് ഡ്രൈ ആക്കി എടുക്കണം. ഇനി എല്ലാം നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി അങ്ങ് പിടിച്ച് വരണം. അപ്പോൾ അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാനിപ്പം നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ മസാലയൊക്കെ ബീഫിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതുവരെ നമുക്കൊരു കുറഞ്ഞതൊരു 2-3 മിനിറ്റൊക്കെ ഞാനിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കട്ടെ. നല്ല ഉപ്പുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. പിന്നെ നല്ല എരിവുണ്ട്, നല്ല ആ ഒരു കാന്താരീൻ്റെയൊക്കെ എരിവുണ്ട്. പിന്നെ ഞാൻ ആ ബീഫ് വേവിക്കുമ്പോൾ കുരുമുളക് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവും ഒക്കെ കൂടിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ മസാലയും ഒന്ന് നന്നായി പിടിച്ച് കിട്ടാനായിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വെള്ളവും ഒന്നങ്ങ് വറ്റി വരണം. നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെക്കണ്ട, കാരണം ഇത് വറ്റിക്കാനുള്ളതല്ല. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടക്കിടക്കൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടപ്പം നല്ലൊരു സ്മെല്ലുണ്ട്, നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഇപ്പം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇപ്പം കുറഞ്ഞതൊരു 1/2 കപ്പൊക്കെ തേങ്ങയാ ഉണ്ടാവുള്ളൂ, ചിരണ്ടിയ തേങ്ങ. അല്ലാതെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു തേങ്ങാക്കൊത്ത് നമുക്ക് മസാലയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കാം. ആ ഒരു മസാലയിൽ തേങ്ങയൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ കണ്ടോ, കളറെല്ലാം നല്ല അടിപൊളി കളറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. എരിവെന്ന് പറയുമ്പോൾ ആ കാന്താരീൻ്റെ എരിവ് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഒന്നുകൂടെ വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ ഒരു മസാല ബീഫിലൊക്കെ പിടിച്ച് കിട്ടുമ്പം, തേങ്ങയൊക്കെ ബീഫിൽ പിടിച്ച് കിട്ടുമ്പം, പിന്നെ തേങ്ങയിൽ ആ മസാലയൊക്കെ പിടിച്ച് കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഡ്രൈ ആയി എന്ന് കണ്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിൽ അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നല്ല ചൂടോടുകൂടി ബീഫ് സുക്ക ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്കും ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബീഫ് സുക്ക ഉണ്ടാക്കിയത്. അല്ലാതെ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, പിന്നെ നമ്മുടെ തന്നെ മൂടിപ്പത്തൽ, പിന്നെ അതുപോലെ വാട്ടിപ്പത്തൽ, ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് സുക്കയാണ്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നങ്ങ് ഗ്രേവി ആക്കാം. എന്നാലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും പറയാനുള്ളൊരു കാര്യം, ഞാൻ ബീഫ് വേവിക്കുമ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തതുകൊണ്ട് ഇതിൽ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ബീഫ് വേവിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഗ്രേവിയിൽ നമുക്ക് എല്ലാ പൊടികളും അങ്ങ് ചേർത്ത് കൊടുക്കുക. അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ വറുത്തിട്ട് ചെയ്തത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ബീഫ് വേവിക്കുമ്പോൾ ഇതൊക്കെ ചേർത്തത് കൊണ്ടാണ് പിന്നെ എക്സ്ട്രാ വേറെ തന്നെ മസാലയിൽ ഗ്രേവിയിൽ ചേർക്കാഞ്ഞത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നല്ല ചൂട് കുറുവ ചോറിൻ്റെ കൂടെ ഈ ഒരു ബീഫ് സുക്കയും കൂടെ തിന്നപ്പം നല്ല ടേസ്റ്റിയാണ്. നല്ല എരിവുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ആ എരിവ് കുറക്കണമെങ്കിൽ നമുക്ക് മുളകിൻ്റെ അളവും കുരുമുളകിൻ്റെ അളവും ഒക്കെ കുറച്ചാൽ മതി. പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കാന്താരി ഇട്ടത്, അതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടാത്തവർക്ക്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒന്ന് കാണണേ. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.